എൻ്റെ ഗൾഫ് ജീവിതം നിർത്തിയ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ വണ്ടികളെയാണ്. കാര്യം ഇവനൊരു 2.5 ടണ്ണ് വണ്ടിയെങ്കിലും ഒടുക്കത്തെ കൂടിയാണ് അവൻ. ഒരു ദിവസം 50 ലിറ്റർ വരെ അവൻ കുടിക്കും ഡീസൽ. ഇവൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴയാണെങ്കിലും ഇനിയിപ്പോൾ വെള്ളപ്പൊക്കമാണെങ്കിലും അവൻ അങ്ങോട്ട് അടിച്ച് കയറി അങ്ങോട്ട് പൊക്കോളൂ. പിന്നെ നമ്മുടെ വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ വണ്ടിയുടെ ടയർ സൈസ് നമ്മുടെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടയർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഒട്ടുമിക്ക തമാശകളും കോപ്രായങ്ങളും എല്ലാം വണ്ടിക്കുള്ളിലായിരിക്കും. ഇനിയിപ്പോൾ ഉറങ്ങുന്നത് പോലും ഇടയ്ക്ക് വണ്ടിക്കുള്ളിലായിരിക്കും, സമയം കിട്ടാത്തതുകൊണ്ട്. ഇത് മാത്രമല്ല, പല മോഷണങ്ങൾക്കും കള്ളക്കടത്തിനും ഞങ്ങളുടെ വണ്ടി ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലത്ത് ഓർഡർ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാങ്ങ, മുരിങ്ങക്കായ അല്ലെങ്കിൽ പേരക്ക ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വരും. പിന്നെ തീറ്റയുടെ കാര്യം അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ദിവസത്തിൽ 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് 2 നേരവും വണ്ടിക്കുള്ളിലായിരിക്കും. അതും പല വിധവിധമായ സംഭവങ്ങൾ. ഈ തങ്കപ്പനാണ് അവിടുത്തെ മെയിൻ തീറ്റ കമ്പനി. എവിടെ ഹോട്ടൽ പറഞ്ഞാലും അവിടുത്തെ മെനു കാർഡും കൊണ്ട് അവർ റൂമിക്ക് വരും. ഞങ്ങളുടെ പണിയിൽ എത്രയൊക്കെ കഷ്ടമുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഇതാ കണ്ടില്ലേ ചിരിച്ച് പണിയെടുക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് വരുന്ന പോലെ വരികയാണ് ട്രോളി കെട്ടിയിട്ട്. പിന്നെ സിഗ്നലിൽ എവിടെ വണ്ടി നിർത്തിയാലും ഞങ്ങൾക്ക് ഇതേപോലത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കണം, എന്നാലും ഞങ്ങൾക്കൊരു സുഖമുള്ളൂ. നേരത്തെ പറഞ്ഞില്ല ഞാൻ കള്ളക്കടത്ത് ഇതൊക്കെയാണ് ഞങ്ങൾ വണ്ടിയിൽ കടത്തുന്ന സാധനങ്ങൾ. ഇതൊന്നും ആരും അനുകരിക്കരുത്, പിടിച്ചാൽ നല്ല പണി കിട്ടും പാലും വെള്ളത്തിൽ. പക്ഷേ ഞങ്ങൾക്കിതൊന്നും ഒരു പുത്തിരിയായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ വണ്ടിക്ക് എല്ലാ മാസവും വർക്ക്ഷോപ്പിൽ നിന്ന് കയറിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു മാസം 10-15 രൂപയെങ്കിലും ഇവന് വേണ്ടി മാറ്റി വെക്കണം. എന്തൊക്കെയായാലും ഐ മിസ് യുടാ.